ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇത്. ഞാൻ സമൂസ ഷീറ്റ് കൊണ്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു അടിപൊളി സ്നാക്സാണ്. എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് 3 സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് 2 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില, ഒരു 5 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫില്ലിങ്സിന് ആവശ്യമായിട്ടുള്ളത്. ഇനി ഗ്യാസ് സ്റ്റോപ്പിലൊരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതൊന്ന് നിറം മാറി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് സവോള നല്ല നിറം മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നന്നായി വെന്തുടഞ്ഞ് വന്നാലാണ് ഈ ഫില്ലിങ്സ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് സവോള വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനാവശ്യമുള്ള മുളക് പൊടി, ഇനി ഇതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നേരത്തെ ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് മിക്സ് ചെയ്ത് ഈ മസാല ഒന്ന് കുക്കാവുന്നത് വരെ അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മൂടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. മസാലയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി എഗ്ഗ് 2ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഫില്ലിങ്സ് വയ്ക്കാനായിട്ടുള്ള സമൂസ ഷീറ്റ് ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അത് വെച്ചതിന് ശേഷം എഗ്ഗിൻ്റെ പകുതി കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദ വെള്ളം ചേർത്ത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 3 അറ്റവും പേസ്റ്റ് തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഫസ്റ്റത്തത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം കൂടി മുഴുവൻ 10 ബോക്സാക്കി കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഫില്ലിങ്സ് ആയിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. മറുവശം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 വശവും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സാണ്. മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതും കൂടിയാണ്. സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഫസ്റ്റത്തെ വെച്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.
നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ടും വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.